Dragon fruits and the secrets അറിയുവോ? This yellow one, it's a natural home remedy for digestion. And this pink one, തെറ്റായ രീതി കഴിച്ച സ്റ്റൊമക് അപ്സെറ്റ് ആവാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അത് മാത്രല്ല, ഈ ഫ്രൂട്ടിന്റെ ഹോൾ പാർട്ട് ആക്ച്വലി എഡിബിൾ ആണ്. Let me tell you more about this and I promise you will be surprised. കാക്ടസ് ഫാമിലിയിലെ ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഇത് സെൻട്രൽ അമേരിക്കയുടെ നേറ്റീവ് ഫ്രൂട്ട് ആണ്. ഇതിന്റെ ഫ്ലവേഴ്സ് ഒരു രാത്രി മാത്രമാണ് പൂക്കുന്നത്. പകലിൽ ഇവ ഉറങ്ങും, പിന്നീട് ഒരിക്കലും ഉണരുകയുമില്ല. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് അതിനെ മാനുവലി പോളിനേറ്റ് ചെയ്യാൻ വളരെ ചെറിയ സമയം മാത്രമാണ് കിട്ടുന്നത്. ആ ഷോർട്ട് വിൻഡോ യൂസ് ചെയ്ത് ഫാമേഴ്സ് ക്രോസ് ബ്രീഡ് ചെയ്ത് ഒറിജിനലി ഉണ്ടായിരുന്ന 3-4 വെറൈറ്റീസിൽ നിന്ന് ഏകദേശം 30-40 വെറൈറ്റീസ് ഇന്ന് ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും റെയർ ആണ് ഈ യെല്ലോ വൺ. അതുപോലെ ഇന്തോനേഷ്യ പോലുള്ള ഏഷ്യൻ കൺട്രീസിൽ ഡ്രാഗൺ ഫ്രൂട്ടിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി യൂസ് ചെയ്യാറുണ്ട്. സൈഡ് ഡിഷായും ഡെസേർട്ടിലായും. അതിലൊന്നാണ് ചായ. എന്റെ കയ്യിൽ 2 വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിങ്ക് യൂസ് ചെയ്താൽ ചായ പിങ്ക് ആയിരിക്കും, അത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ യെല്ലോ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. Now I am surprised. It's actually yellow. ഇത് നമ്മുടെ നോർമൽ ചായ പോലെയല്ല. It's slimy and texture is completely different. പിങ്ക് ടീയുടെ ഫ്ലേവർ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ പോലെയാണ്. അറ്റ് ദ സെയിം ടൈം യെല്ലോ ടീ എനിക്ക് പ്രത്യേകിച്ച് ഫ്ലേവേഴ്സ് ഒന്നും മനസ്സിലായില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. But this is not something that we drink for flavors. Yellow one laxative bomb എന്നാണ് പറയപ്പെടുന്നത്. Why? Because constipation easy ചെയ്യാനുള്ള ബെസ്റ്റ് ഹോം റെമഡി ആണത്രേ. ആൻഡ് ദിസ് പിങ്ക് വൺ പവർ ഹൗസ് ഓഫ് ആന്റി ഓക്സിഡന്റ്. അതുകൊണ്ട് സ്റ്റൊമക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ റെഡ് മീറ്റ് അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡിന്റെ കൂടെ ഒന്നും കഴിക്കരുത്. അത് ബ്ലോട്ടിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചില സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഇതിനെ സ്റ്റിർ ഫ്രൈ ആക്കി കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഒരു ഇന്ത്യൻ സ്റ്റൈൽ മെഴുക്കുവരട്ടി തന്നെ ട്രൈ ചെയ്തു. ആൻഡ് ഗസ് വാട്ട്, ഇത് അടിപൊളിയാണ്. കുറച്ച് ക്രഞ്ച് ഉണ്ട്, സോഫ്റ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം ഒരു സ്ലൈമി ആണ്, മോർ ലൈക്ക് ബീട്രൂട്ട് ക്യാരറ്റ് പോലെ. സോ നെക്സ്റ്റ് ടൈം സ്കിന്ന് കളയണ്ട, മെഴുക്കുരട്ടി വെച്ച് കഴിച്ചോളൂ. അപ്പോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡ്രാഗൺ ഫ്രൂട്ട്. ഈ ലോകത്ത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ചില ചെറിയ കാര്യങ്ങൾ പോലും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഞാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. നമ്മളിൽ ഒരുപാട് പേര് ഇങ്ങനെയുണ്ടെന്ന് എനിക്കറിയാം. ഐ ആം റെഡി ടു വണ്ടർ. നിങ്ങളും റെഡിയാണെങ്കിൽ വെൽക്കം. ലെറ്റ്സ് വണ്ടർ ടുഗദർ ഒഫീഷ്യലി.